അല്ല ഹാൻഡ്സപ്പ് ഹാൻഡ്സപ്പ് ഹാൻഡ്സപ്പ്. പേരെന്താ? എന്റെ ഒരു സ്കെച്ച് ബ്രോ. എന്തോ സ്കെച്ച് ആ എന്താണ് മച്ചാന്റെ പേരെന്താണ്? എന്റെ പേര് രാഘവൻ, ചെത്ത് രാഘവൻ. എന്തൊക്കെ അറിയണം നിനക്ക്? ഗ്യാങ്ങാണാ? ഗ്യാങ് ഒന്നും അല്ല ബ്രോ. സിറ്റിസൺ. നീ അങ്ങോട്ട് മാറി, ഇടത്തോട്ട് മാറിക്ക്. ഇടത്തോട്ട് മാറിക്കടാ. അയ്യോക്കടാ. ഞാൻ ആദ്യമേ അടിക്കാതെ വിട്ടതേ നമുക്ക് ആ സ്കെച്ച് ആയോണ്ടാന്നാ. ഇനിയിപ്പം നമുക്ക് അങ്ങനെ നോക്കാനില്ലല്ലോ. അത് നമ്മുടെ കൂടെ ഉള്ള ആളല്ല കേട്ടോ. ഇപ്പൊ സ്കെച്ചിന്റെ കൂടെ എന്തായാലും കത്തിക്കും. എന്റെ സ്കെച്ചിനെ ഹലോ പർപ്പിളാ ബ്ലൂ അല്ലേ കേസ്? ബ്ലൂ ആണ്. ബ്ലൂ അല്ലേ? ബ്ലൂ എയറല്ലേ? എടാ ഈ മിന്നൽ ഏതാടാ ഗ്യാങ്? മിന്നല് ഇല്ലില്ല, മിന്നലും സ്കെച്ചും ഇത് രണ്ടും കൺഫേം ആണ്. മിന്നലിനെ ഇപ്പൊ ഞാൻ വിളിച്ചു. എനിക്കറിഞ്ഞോടാ മിന്നൽ എന്നാണ് പറഞ്ഞത്. കിങ് മിന്നലാണ്. ഏതാ ഗ്യാങ്? ഏതാ? വരുന്നത് അങ്ങോട്ട് വന്നോണ്ടിരിക്ക. ഹലോ ഹലോ പറഞ്ഞോ. ഞങ്ങൾ ഇൻകം ടാക്സ് ആ ഇൻകം ടാക്സ് പറഞ്ഞോ. ഒരു റൈഡ് വരായിരുന്നു. റെഡി ചെയ്തോ. ഷഡ്ഡി മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത വീട്ടിൽ ഇൻകം ടാക്സ് അത് കുഴപ്പമില്ല ഞങ്ങൾക്ക് പുറത്ത് സംസാരം കേട്ടിട്ടുണ്ട്. എടാ ജീല് നിങ്ങളാണോ നിക്കുന്നേ? നേരെ പറഞ്ഞോ. നിങ്ങളുടെ ഇവിടെ കൊറേ മാരിക്കുന്നു. ഇവിടെ ആരെല്ലാം ഉണ്ടോ നോക്കട്ടെ. ഹലോ ബ്രോ, പേരെന്താ? സമയത്ത് ഞാൻ ഇതുപോലെ വന്ന് ചോദിച്ചതാണ്. നിങ്ങൾ ഡ്രസ് ഇട്ട് രണ്ടു നേരം ഞാൻ കണ്ടായിരുന്നു. അല്ല പാവ ബ്രോ, പേരെന്താ? എന്റെ പേര് സാഫ്രോസ്. ഞാൻ ഇടയ്ക്ക് നിർത്തിയാണ്. ഇടയ്ക്ക് നിർത്തേണ്ട ആവശ്യം വന്നു. ഒരു മെയിൽ ഇത് എത്തി. എടാ എയർപ്ലെയിൻ്റെ അകത്താണോടാ അതോ റോഡിൽ തന്നോ? ഹലോ ബ്രോ, മാസ്ക് ഒന്ന് ഊരിയേ. മാസ്ക് ബ്രോ അങ്ങ് അടിച്ചിട്ടിട്ട് അങ്ങ് പോവാന്നങ്ങ് വിചാരിച്ചോ?
മനസ്സിലായില്ല. മനസ്സിലാക്കാം. ആളല്ലെന്ന് തോന്നുന്നു അവന്റെ വായിന്ന് പറയിപ്പിച്ച വെയിറ്റ് ചെയ്യാൻ. അല്ലല്ല നീ തന്നെ ആള്. ഞാൻ തന്നെ ഉറപ്പാണ്. ആ നീ തന്നെ. നീ ഇപ്പൊ എന്തിനാണ് സ്കെച്ച്? നീ നിന്റെ കൂടെ ഇപ്പൊ സ്കെച്ച് അവനെ നടത്താം. വിളിച്ചു പറഞ്ഞല്ലോ നിന്റെ പേര്. നിന്റെ പേരെന്തായിരുന്നു? മാപ്പ് ലോഡാക്കാൻ പോയ ഞാനാ. അല്ല നിന്റെ പേരെന്തായിരുന്നു? റെക്സ്. എടാ റെക്സ്, നീ അങ്ങ് അമ്പി കളിക്കരുത്, മനസ്സിലായി? നീ അങ്ങ് അമ്പി അടിച്ചിട്ടിട്ട് നീ അവിടെ ആണത്തോണ്ടെ പറടാ. നിനക്ക് സാമാനില്ല, നീ പെണ്ണാണോ? ആ ഉറപ്പാ. എന്നെ ഇത് ഉമ്മ രണ്ടുപേരും വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളായിരുന്നു. റെക്സ് നീ തന്നെ. ഇല്ല ഇപ്പൊ സംശയം ഉണ്ട്. നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ വെയിറ്റ്. അല്ലല്ല ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാൻ വെയിറ്റ്. നീ അവിടെ വെയിറ്റ്. നീ അവിടെ നിക്കടാ. നീ അവിടെ നിക്ക്. ഇവൻ തന്നെടാ ആള്. ഇവൻ തന്നെ. ഇവനൊന്ന് പിടിച്ചു. ഞാനത് വീഡിയോ കോൾ ചെയ്യട്ടെ. അല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടടാ. ഞാൻ നിന്റെ അടുത്ത് പേര് വെച്ചപ്പോ അബൂന്നല്ലേ പറഞ്ഞു? ബ്രോ മാസ്ക് ഒക്കെ വെച്ചല്ലേ ബ്രോ? ഇപ്പൊ ഞാൻ ബ്രോയോട് എങ്ങനെ പറയാനാ? അല്ല ബ്രോ ഞാൻ അറിയാമട്ടെ. ഗ്യാങ് ഏതാ? നീ ഗ്യാങ് ഏതാടാ? നീ വലിയ അങ്ങ് കോണോത്തിന് അമ്പി കളിക്കരുത്, മനസ്സിലായി? നീ മറ്റേ അടിച്ചിട്ടിട്ട്, മനസ്സിലായാ? എന്നാ കിട്ടിയത് അങ്ങോട്ട് തിരിച്ചോടത്തേക്ക് സംസാരിക്കൊന്നും വേണ്ട. അല്ലല്ല അങ്ങനെ തിരിച്ചു കൊടുക്കണോടാ. എനിക്ക് ഇവരെ കുറച്ച് സംസാരിക്കണോടാ. എനിക്ക് തോക്ക് വെച്ച് എന്തിനാണ് ഇവരെ പ്രയോഗിക്കാൻ? തരം പോലും അല്ലേ ഇവൻ. ഹലോ എന്താടാ വാടഞ്ഞോയോ? ഹലോ വാടഞ്ഞോയോ? നീ എന്നെ തല്ലിയില്ലേ? നീ CM. ഞാൻ ഇത്ര പറയുന്നുള്ളു. CM എന്ന് പറഞ്ഞ ഗ്യാങ്ങില് നട്ടലുണ്ടെ നീ ഉറപ്പുണ്ടെ പറടാ. നീ തല്ലിയോ ഇല്ലയോ? ആണാണെ പറടാ. ആണാണ് നീ തല്ലി തുറന്നു പറടാ. ആണാണ് തുറന്നു പറ. അടിച്ചോ ഇല്ല? അപ്പൊ അത്ര ഉള്ളു. കണ്ണനെ അടിച്ച് എന്ത് സംഭവിക്കുന്ന അറിയോ? വാ അപ്പൊ ഗ്യാങ്ങോസി വാ. അയ്യോ വെയിറ്റ്. ഞാൻ കുഴപ്പമില്ല. കൊണ്ടോ പോവാൻ ബ്രോ. നീട് റേഞ്ച് വെയിറ്റോ? എന്തായാലും നീട് ഒന്ന് ഇളക്കിട്ട് താഴെ മാത്രം കൊടുത്താ. ഒന്ന് ഈനൊക്കെ വരുന്നോടാ. ഇപ്പൊ വന്നില്ല. സിംഗപ്പെട്ട പേര് ഒരേ മോസയോട് ഉയരം. ചോട്ടാ ബീബിന്റെ അടിത്താവളത്തിലുള്ള ചോട്ടാ ബീബിനെ വിളിച്ചിട്ട് ഇവരെ വീഡിയോ കോൾ ചെയ്ത് അടിച്ചല്ലോ. അല്ല നിന്റെ യഥാർത്ഥ നൻപനെ വിളിക്കാൻ ഞാൻ വെയിറ്റ്. ഓഹോ എന്താ? ഹലോ ഞാൻ അവിടെ ലോഡാ വന്നിട്ട് ടിവിയിലുള്ള എല്ലാരും ഗ്യാങ്സ് എന്താ? ഏതോ സിവിലിയൻസിനെ കണ്ണു. അതെന്തിനാ? അല്ലല്ല അതെന്തിനാ? അതപ്പോ അലയൻസ് അല്ലേ ബ്രോ? എന്തിനാ അവന്മാരപ്പോ വിളിച്ചു? എന്നെ കണ്ണീപ്പോ ഞാൻ അടിച്ച്. അല്ല അപ്പൊ അവന്മാരുണ്ടായില്ലേ ആ സിറ്റുവേഷൻ? അവര് എനിക്കറിയില്ല. ഞാൻ അവിടെ ലീവ് ചെയ്ത് അറിയത്തില്ലേ ബ്രോ? അത് ബ്രോന്റെ ഗ്യാങ് മെമ്പർ അല്ലേ ബ്രോ? അത് ബ്രോ നിങ്ങൾ രണ്ടുപേരും കൂടി വരുമ്പോ അതൊരു എന്നെയാണ് ഗണ്ണേം ചെയ്തത്. ബ്രോനെയാണ് കണ്ണേം ചെയ്തത്. ഞാൻ പറട്ടെ എടാ തോക്കി കൊണ്ട് അപ്പോഴേ നീ അടിച്ചിടുവോ? എടാ നിങ്ങള് 3 പേരുണ്ട്. നീ ഒന്ന് ആലോചിക്കേണ്ട. നിങ്ങൾ 3 പേരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിന്റെയൊക്കെ ഇടയിൽ നിന്നാ തോക്കി കൊണ്ടേ, മനസ്സിലായോ? എന്നിട്ട് നീ എന്നെ പേടിച്ചോ? എടാ പേടിച്ചോടാ CM? പേടിച്ചില്ല ബ്രോ, പേടിച്ചില്ല.
അതുകൊണ്ട് അടിച്ചിട്ടേ പേടിച്ചോണ്ടല്ലേടാ നീ അടിച്ചപ്പോഴേ ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞ് നീ ടി വി ആന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നീ എന്താ ആദ്യം ഒരു പേര് പറഞ്ഞു? ജബ്ബാറാ? ആറാ ജബ്ബാർ? ജബ്ബാർ തന്നെയാണ് ആദ്യം ഒരു പേര് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. എന്താ ജബ്ബാറാ? എടാ സ്വന്തം പേര് പറയാൻ പറ്റാത്ത കഴിവില്ലാത്തവനാടാ. കഴിവില്ലാത്ത പട്ടി. സ്വന്തം പേര് പറയാൻ അറിയാണോ നിനക്ക്? എന്റെ വീട്ടിൽ വിളിക്കണ അബൂന്നാണ് ബ്രോ. നീ ഐ ഡി കാർഡിൽ പോയിട്ട് അബൂബക്കർ പേര് കൊടുക്കൂ. അപ്പൊ നമുക്ക് സി എമ്മിനുള്ളവരെ തന്നെ വിളിച്ചാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാം. സി എം വിയാ ഹോസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന്മാര് തിരിഞ്ഞു പോലും നോക്കില്ല കേട്ടോ. കാര്യം പറയല. ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബ്രോക്ക് കൂടെ ഉണ്ടായവന്മാരെ അറിഞ്ഞൂടാ? അറിയില്ല ബ്രോ, അറിയില്ല. അപ്പൊ നിനക്ക് ഉറപ്പില്ല. സ്ഥാപനത്തിൽ ഉറപ്പുണ്ടെങ്കിൽ പറ, നിനക്ക് അറിയില്ല. അറിയാത്തവര് എങ്ങനെ അറിയുമെന്ന് പറയണം. അറിയത്തില്ല. ഓക്കെ ഓക്കെ. ബ്രോ ഉറപ്പാണ് അറിയത്തില്ല ബ്രോ നിങ്ങളെ. ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ ബ്രോ നിങ്ങളുടെ അല്ല കള്ളം പറയേണ്ട ആവശ്യമില്ലെന്നോ? നിന്റെ പേര് നീ എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? ഞാൻ അടിച്ചിട്ടില്ല ബ്രോ, അങ്ങൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ പറഞ്ഞാലാണ് നീ പന. എന്നിട്ട് അവസാനം സമ്മതിച്ചു പോയല്ലോടാ. എടാ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെടാ. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കണ്ടേ? അവരെ രണ്ടുപേരും നിനക്ക് അറിയത്തേ ഇല്ല എന്ന് പറഞ്ഞ നിന്റെ ഗ്യാങ് ലീഡറിന്റെ തലത്തോട് സത്യം ചെയ്യും. ആ സത്യം ചെയ്യും. ആ ഗ്യാങ് ലീഡറിന്റെ തലത്തൊട്ട് സത്യം ചെയ്യും. അല്ല പുള്ളിയുടെ തലത്തൊട്ട് സത്യം ചെയ്യും. സങ്കല്പമായിട്ട് തലത്തൊട്ട് സത്യം ചെയ്യടാ. അല്ല അങ്ങനെ പറ. എന്റെ ഗ്യാങ് ലീഡർ ആണേ സത്യം എനിക്ക് അവന്മാരെ അറിഞ്ഞോടെന്ന് പറ. എന്റെ ഗ്യാങ് ലീഡർ ആണേ സത്യം. അതെന്താ? ഓ ആണോ? അപ്പൊ ഇപ്പൊ ഞാൻ നിന്നെ സ്നേഹിച്ച് പൊന്നോമനെ എന്ന് പറയാൻ വെറുതെ വിടണോ? അടിച്ചിട്ടതിന് ശേഷമാണ് ഇവര് വണ്ടി വന്ന ശേഷം സോപ്പിടലൊന്നും വേണ്ട. നീ കക്കൂസ് പ്രേമിക്കണോ? ഇവന്റെ വശത്താക്കിയാണ് അവന്റെ ഇതിലായേ. ബ്രോക്ക് അറിയില്ലായിരുന്നു കണ്ണനാന്ന്. അറിയില്ലായിരുന്നു. ഇപ്പൊ നമ്മ തല്ലിയതിന് ബ്രോക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. വിട്ടേക്കണം. പക്ഷെ വെറുതെ വിടത്തില്ല. നീ എന്നെ തല്ലിനെ തിരിച്ചല്ലേ? എന്ത് പ്രശ്നം? അറിയില്ലായിരുന്നു. ആണോ? എന്നൊരു കാര്യം ചെയ്യും. ഇതാ എന്റെ അവതാരിയാണ് നിന്റെ ഈ ജീവിതം. ഇത് നീ ദുഃഖിച്ചാലോചിച്ചിരിക്കുക. വേണ്ട വേണ്ട വേണ്ട. എനിക്ക് ശത്രു എല്ലാരും സിറ്റിയിൽ എന്റെ ശത്രുക്കളാണ്. എനിക്ക് എല്ലാരും മിത്രങ്ങളായിട്ട് വെക്കാൻ താല്പര്യമില്ല. നീയൊക്കെ എന്റെ ശത്രു. വിട്ടോ വിട്ടോ വിട്ടോ. എന്റെ അവതാരിയാണ് ജീവിതം. ഇനി ഇവിടെ നിന്ന് കക്കൂസ് വേണ്ടി വരും. 10 സെക്കൻഡ് എണ്ണും. വിട്ടോ 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 വിട്ടോ. 1 2. ഇതിപ്പോ എല്ലാവർക്കും എന്നെ പേടിയാണ്. ഞാൻ എങ്ങനെ സിറ്റുവേഷൻ എടുക്കടാ? നിങ്ങളാരെങ്കിലും പള്ളി എടുക്കടാ? ഞാൻ മടുത്തടാ. നിന്നെ പേടിച്ചിട്ടല്ല, റീബിൽഡ് പേടിച്ചിട്ടാ. ടി വി കണക്റ്റഡാ? ഹലോ കണക്ട് വന്നോ?